ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് സയൻസ് അക്കാഡമിയുടെ മറ്റൊരു PYQ ഡിസ്കഷൻ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെറ്റ് ജനറൽ പേപ്പറിൻ്റെ യൂണിറ്റ് 1-ൽ നിന്നുള്ള കുറച്ച് PYQs ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 1-നെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ ജനറൽ ആയിട്ടുള്ള ജനറൽ സയൻസ്, മാത്സ്, ഹ്യൂമാനിറ്റീസ്, അതേപോലെ കേരള ലിറ്ററേച്ചർ, കൾച്ചർ, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്ന ഒരു വലിയ മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 5 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിനാൻസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ. First statement: Finance Commission are constituted periodically under Article 280 of the Constitution. The Finance Commission consists of the chairman and 7 other members. The present Finance Commission is the 15th Finance Commission, and Aravind Panagriya is the chairman of the present Finance Commission. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരത്തിന് നിങ്ങൾക്ക് 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ 4 ഓപ്ഷൻസും ഉണ്ട്. 1 and 2 only, 1 and 4 only, 2 and 3 only, 1, 2, 3 and 4 എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷനുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരം അറിയണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ആരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം? ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലെ. എന്താണ് ഫിനാൻസ് കമ്മീഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായ ധാരണ വേണം. അപ്പോൾ നമുക്ക് ഈ ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഉത്തരത്തിലേക്ക് പോകാം. ആർട്ടിക്കിൾ 280 പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഉള്ളത്. ആൻഡ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി പ്രസിഡന്റ്. ആരാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി പ്രസിഡന്റ് ആണ്. ആരാണ്? ബൈ ദി പ്രസിഡന്റ് അല്ലേ. Then it constituted every 5 years എന്നുള്ളതാണ്. 5 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എവറി 5 years. ഓക്കെ, 5 വർഷം കൂടുമ്പോഴാണ് നമുക്ക് എന്ത് ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 280 പ്രകാരമാണ്. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ പ്രസിഡന്റ് എവറി 5 years അല്ലെ. എല്ലാ 5 വർഷം കൂടുമ്പോഴാണ്. ഇതിന് എന്താണ്? ഒരു അഡ്വൈസറി ബോഡി അല്ലെങ്കിൽ ഒരു അഡ്വൈസറി റെക്കമെൻഡേഷൻസ് ഇവർക്ക് ചെയ്യാൻ പറ്റും. റെക്കമെൻഡേഷൻസ് ആർ അഡ്വൈസറി എന്ന് പറയാം. റെക്കമെൻഡേഷൻസ് ആർ അഡ്വൈസറി. റെക്കമെൻഡേഷൻസ് ആർ അഡ്വൈസറി അല്ലെ. റെക്കമെൻഡേഷൻസ് എല്ലാം എന്താണ്? അഡ്വൈസറി ആണ്, അല്ലാണ്ട് നോട്ട് ബൈൻഡിങ് അല്ല. നോട്ട് ബൈൻഡിങ്, അഡ്വൈസറി ഇത് മാത്രമേ ഉള്ളൂ. അതായത് നിർദ്ദേശം കൊടുക്കാം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കാം, അല്ലാണ്ട് അത് നടപ്പിലാക്കണം എന്ന് കൃത്യമായിട്ട് വാശി പിടിക്കാനായിട്ട് ആർക്ക്? ഫിനാൻസ് കമ്മീഷന് പറ്റത്തില്ല. ഇനി ഇതിന്റെ കോമ്പോസിഷനിലേക്ക് വന്നാൽ ഞാൻ പറയട്ടേടാ, ഒരു ചെയർമാനും എത്രയാണ്? 4 അതർ മെമ്പേഴ്സും ഉള്ള ടോട്ടൽ എത്രയാണ്? 5 മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു ചെയർമാനും 4 അല്ലാതെയുള്ള മെമ്പേഴ്സും, അപ്പൊ ടോട്ടൽ 5 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഇനി ഇവരുടെ മേജർ ഫംഗ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്? ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സസ് ബിറ്റ്വീൻ ആര്? സെന്റർ ആൻഡ് സ്റ്റേറ്റ് അല്ലെ. സെന്ററിനും സ്റ്റേറ്റിനും ഇടയിലുള്ള ടാക്സ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങള്. അതേപോലെ എന്താണ്? ഗ്രാൻസ് ഇൻ എയ്ഡ്, ഓരോ സ്റ്റേറ്റിനും വേണ്ടുന്ന ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ പഞ്ചായത്തുകളെ സ്ട്രെങ്തൻ ചെയ്യുക, മുനിസിപ്പാലിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യുക, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ അണ്ടറിൽ വരും അല്ലെങ്കിൽ ഫംഗ്ഷനിൽ വരും. എന്നിട്ട് ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രസിഡന്റിന് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആർക്കാണ്? ഈ പ്രസിഡന്റിന് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് ഓർത്തോളുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആർട്ടിക്കിൾ 281 പ്രകാരം എന്ത്? റെക്കമെൻഡേഷൻസ് ആർക്ക് കൊടുക്കണം? റെക്കമെൻഡേഷൻസ് പാർലമെന്റിന് കൊടുക്കണം. റെക്കമെൻഡേഷൻസ് പാർലമെന്റിന് കൊടുക്കണം. ലെയ്ഡ് ബിഫോർ പാർലമെന്റ്.
പാർലമെന്റിന് കൊടുക്കാന്നുള്ളത്. റിപ്പോർട്ട് ആർക്കാ? പ്രസിഡന്റിനാ കൊടുക്കേണ്ടത്. അതേപോലെ മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷനും അതേപോലെ GST കൗൺസിൽ, നീതി ആയോഗ്, ഇതൊന്നും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇനി ഇതിനൊരു ചെയർമാൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പൊ റൺ ചെയ്യുന്നത് 16th ഫിനാൻസ് കമ്മീഷൻ ആണ്. 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ആണ്. 16th ഫിനാൻസ് കമ്മീഷൻ ആണ്. ഇതിന്റെ ചെയർമാൻ ആരാണ്? കമ്മീഷൻ ആരാണ്? 16th ഫിനാൻസ് കമ്മീഷൻ ആണ്. ഇതിന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയാണ്. തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന 15th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് NK സിംഗ് ആണ്. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? KC നിയോഗിയാണ്. ആരാണ്? KC നിയോഗിയാണ്. ഓക്കെ, KC നിയോഗി. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിച്ചുകൂടേടാ? ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും. എങ്ങനെയാണ് ഉത്തരം പറഞ്ഞേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഫിനാൻസ് കമ്മീഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പീരിയോഡിക്കലി അണ്ടർ ആർട്ടിക്കിൾ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം. ഫിനാൻസ് കമ്മീഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പീരിയോഡിക്കലി അണ്ടർ ആർട്ടിക്കിൾ 280 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ഇവിടെ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ പീരിയോഡിക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് 5 വർഷം കൂടുമ്പോഴാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. നമ്മുടെ സെറ്റിന്റെ ആൻസർ കീയിലും ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ 5 വർഷം എന്നുള്ളത് എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ ഓക്കെയാണ്. പീരിയോഡിക്കലി 5 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി 5 വർഷം എന്ന് എടുത്ത് പറഞ്ഞാൽ അതും ശരിയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഇനി ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ദ ചെയർമാൻ ആൻഡ് 7 അതർ മെമ്പേഴ്സ് ആണോ? നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു ചെയർമാനും 4 മെമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ആണ്. ദ പ്രസന്റ് ഫിനാൻസ് കമ്മീഷൻ ഈസ് ദ 15th സീരീസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ല, നമ്മൾ പറഞ്ഞു ഇപ്പൊ എത്രാമത്തതാ? 16ാമത്തതാ ഉള്ളത്. അപ്പൊ അതും തെറ്റല്ലേ? ആണ്. അരവിന്ദ് പനഗിരിയ ഇസ് ദ ചെയർമാൻ ഓഫ് ദ പ്രസന്റ് ഫിനാൻസ് കമ്മീഷൻ. അത് ശരിയല്ലേ? ആണ്. 16th ചെയർമാൻ ആരാ? അരവിന്ദ് പനഗിരിയ. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് എത്രയാണ്? 1 and 4 ഓൺലി. ആൻസർ ബി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ട് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഓർത്തോളുക. ആർട്ടിക്കിൾ 280. ഇനി ചോദിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പ്രസിഡന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ പ്രസിഡന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അണ്ടർ ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ മറന്നു പോകരുത്. അതേപോലെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 5 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഒരു ചെയർമാനും 4 മെമ്പേഴ്സും. ഇപ്പൊ റൺ ചെയ്യുന്നത് 16th ഫിനാൻസ് കമ്മീഷൻ ആണ്. അരവിന്ദ് പനഗിരിയാണ് ചെയർമാൻ ആയിട്ടുള്ളത്. അതേപോലെ ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ് എന്നുള്ളത് ഓർത്തോളുക. അത് കഴിഞ്ഞിട്ട് 281 പ്രകാരം റെക്കമെൻഡേഷൻസ് ആർക്ക്? പാർലമെന്റിന് കൊടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഒന്ന് ഓർത്തോളുക. ഇനി എക്സ്പെക്ട് ചെയ്യുന്ന നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആർക്കാണ് ഇത് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ്, പ്രസിഡന്റ് എന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ ചെയർമാൻ എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് കാണും. അവിടെ ആരാണ്? തെറ്റരുത്, പ്രസിഡന്റ് ആണ് എന്നുള്ളത് ഓർത്തോളുക. അതേപോലെ ഫിനാൻസ് കമ്മീഷൻ ഏത് ആർട്ടിക്കിളിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 280 എന്നുള്ളത് ഓർത്തോളുക. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം വരാം, ഫിനാൻസ് കമ്മീഷന്റെ ഫങ്ഷൻസ് ഏത്, അല്ലാത്തത് ഏത് എന്നൊക്കെ. ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഫങ്ഷൻ ആണ്. അതേപോലെ എന്താണ്? റെക്കമെൻഡേഷൻസ് കൊടുക്കുക, ഗ്രാൻസ് ഇൻ എയ്ഡ്, ലോക്കൽ ബോഡി ഗ്രാൻസ്, ഇതൊക്കെ ആരുടെ ഫങ്ഷൻ ആണ്? ഫിനാൻസ് കമ്മീഷൻ്റെതാണ്. അതേപോലെ ഇപ്പോഴത്തെ ചെയർമാനെ ചോദിക്കാം, അരവിന്ദ് പനഗിരിയ. ഫസ്റ്റ് ചെയർമാൻ ആരാണ്? KC നിയോഗി. ഇപ്പോഴത്തെ എത്രാമത്തെയാണ്? 16th ആണ്. അപ്പൊ ഇത് സെറ്റല്ലേ? ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് എടുക്കാം. Which of the following body is associated with the surety bonds that protects the party involved in a transaction or contract from potential financial loss caused by the breach of contract or other types of non-performance? അപ്പം ഇക്കണോമിക്സിൽ നിന്ന് കുറച്ചൊന്ന് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അപ്പൊ ഇതിന് ആൻസർ അറിയണമെങ്കിൽ എന്താണ് ഷുവർട്ടി ബോണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ എഴുതാം. പക്ഷെ കുറച്ചൊരു എന്താണ്, താരതമ്യേന നോക്കുമ്പോൾ ഇച്ചിരി ഒരു പാടായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഷുവർട്ടി ബോണ്ട്സ് ഏത് അതോറിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഏത് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. റിസർവ് ബാങ്ക്, IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുന്നതിന് മുന്നേ എന്താണ് നമുക്ക് ഷുവർട്ടി ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻഷുറൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞു അല്ലെ. ഷുവർട്ടി ബോണ്ട്സ് എന്ത് ചെയ്യാണ്? പ്രൊട്ടക്ട്സ് എഗെയിൻസ്റ്റ് കോൺട്രാക്ട് ഡിഫോൾട്ട് അല്ലെ. കോൺട്രാക്റ്റിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഡിഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. protects the party involved in a transaction or contract from potential financial loss അല്ലെ.
കോസ്ഡ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓർ അതർ ടൈപ്സ് ഓഫ് നോൺ പെർഫോമൻസ്. എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഒരു ബ്രീച്ച് ഉണ്ടായാൽ അല്ലെങ്കിൽ അതർ ടൈപ്പ് ഓഫ് നോൺ പെർഫോമൻസ് സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്ത പാർട്ടിയെ ആ ഒരു ലോസിൽ നിന്ന് രക്ഷിക്കുന്നതാണ് ഷുവർട്ടി ബോണ്ട്സ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സിൽ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ പ്രൊജക്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇതുപോലുള്ള ഒരു ചോദ്യം ഷുവർട്ടി ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യാറുള്ളത്. ആരാണ്? ഓൾട്ടർനേറ്റീവ് ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് യൂസ് ചെയ്യും. ആൾട്ടർനേറ്റീവ് ബാങ്ക് ഗ്യാരണ്ടി ആണ്. ആൾട്ടർനേറ്റീവ് ബാങ്ക് ഗ്യാരണ്ടി ആണ്. അതേപോലെ ഇതെന്താണ്? ഓൾട്ടർനേറ്റീവ് ബാങ്ക് ഗ്യാരണ്ടി ഇതൊരു ഇൻഷുറൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റി ഏതാടാ ഇവിടെ ഉള്ളത്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അല്ലേ? അപ്പം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നതും. ഇനി IRDA പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. IRDAIയുടെ ഫുൾ ഫോം എന്താണ്? IRDAI അല്ലേ? എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഏത് വർഷം? 1999 IRDA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ്. 1999 ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ IRDAI എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആസ്ഥാനം അഥവാ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം ഹൈദരാബാദ് ആണ് എന്ന് പറയണം. ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, അതേപോലെ ഷുവർട്ടി ബോണ്ട് ഇൻഷുറൻസ് ഇതെല്ലാം ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഷുവർട്ടി ബോണ്ട് എന്താണ് എന്ന് പറഞ്ഞു. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മുംബൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി സെബി എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്താണ്? പേയ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി TRAI ട്രായ് എന്ന് പറയുന്നത് എന്താണ്? ടെലികോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി PFRDA പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി. PFRDA എന്തുമായിട്ട്? പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രായ്, PFRDA ഇതിന്റെയൊക്കെ ഒരു പേരുകളും കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. കാരണം ഇവിടെ ഇപ്പൊ IRDA ചോദിച്ചു എങ്കിൽ അടുത്ത് ചോദിക്കാൻ പോകുന്നത് ചിലപ്പോൾ PFRDAയോ ട്രായോ അല്ലെങ്കിൽ RBAയോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ ഒരു പോർഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ഷുവർട്ടി ബോണ്ട്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാണ് ഇതുമായിട്ടുള്ളൊരു ബോഡി എന്ന് പറയുന്നത്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്. ഇൻഷുറൻസ് റെഗുലേറ്റർ എന്നറിയപ്പെടുന്നത് ആരാണ്? IRDA ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹൈദരാബാദ് ആണ്. അതേപോലെ പെൻഷൻ റെഗുലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പറയും? പെൻഷൻ റെഗുലേറ്റർ ആരാടാ? PFRDA ആണ്. അത് ഓർത്തോളുക. ടെലികോം റെഗുലേറ്റർ ആരാ? ട്രായ് ആണ്. TRAI ട്രായ് ആണ്. അത് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇത് ആവശ്യം വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക ഈ പോർഷൻസ്. നെക്സ്റ്റ് ചോദ്യം, Dash was a major Harappan seaport and a major trading center located along the Bhogwa River, a tributary of Sabarmati in the Gulf of Kampat in Gujarat, famous for dockyard. അപ്പോൾ കുറേ കാര്യങ്ങൾ ഒരു സ്ഥലത്തെ പറ്റി തന്നിട്ടുണ്ട്. ഇവിടെ ആ ഒരു സൈറ്റ് എന്താണ് ഐഡന്റിഫൈ ചെയ്യാനാണ് എല്ലായ്പ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഹാരപ്പൻ സൈറ്റുകളെ പറ്റിയിട്ട്. ഹാരപ്പൻ സൈറ്റ് ഇപ്രാവശ്യം ചോദിച്ചതായിരിക്കണം എന്നില്ല അടുത്ത പ്രാവശ്യം ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഹാരപ്പൻ സൈറ്റുകളെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. എന്നിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. ലോഥൽ എന്ന് പറയുന്നത് ഒരു ഹാരപ്പൻ സൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ ഹാരപ്പൻ സൈറ്റ് എന്ന് പറയുമ്പോൾ ഹാരപ്പ എന്താണെന്നറിയോ? എന്താണ് ഹാരപ്പ? എന്തുമായിട്ട് ബന്ധപ്പെട്ട ഈ ഹാരപ്പ നമ്മൾ പഠിക്കുന്നത്? ഹാരപ്പ, മോഹൻജദാരോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? എന്താടാ അത്? നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഒരു നഗരം തന്നെയാണ് എന്ത്? ഹാരപ്പ. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആദ്യ തെളിവുകൾ എക്സ്കവേഷൻസിൽ നിന്ന് ലഭിക്കുന്നത് ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായതുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷന് നമ്മളെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുകൂടി പേര് നൽകിയത്. അപ്പോൾ ഹാരപ്പ എന്ന് പറയുന്ന ഒരു സൈറ്റ് ആയിരുന്നു. ആ ഹാരപ്പയിൽ നിന്നാണ് ആദ്യമായി തെളിവുകൾ ലഭിച്ചത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിച്ചു. സിന്ധു നദീതട സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിലെ മറ്റൊരു നഗരമാണ് ഏത്? മോഹൻജദാരോ എന്ന് പറയുന്നത്. അതേപോലുള്ളതാണ് ലോഥൽ, ബൻവാലി, ധോളാവീര, ചാൻഹുദാരോ ഒക്കെ. അപ്പൊ ലോഥലിനെ പറ്റിയിട്ട് നോക്കാം.
ഗുജറാത്തിലെ സ്ഥലമാണ് ഏത്? ലോഥൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഡോക്യാർഡ്സ് ഉണ്ട്, ഡോക്യാർഡ് ഉണ്ട്. അതേപോലെ മാരിടൈം ട്രേഡ് ഉണ്ട്, മാരിടൈം ട്രേഡ് ഉണ്ട്. അതേപോലെ ബൊഗാവോ റിവറിന് അടുത്തായിട്ടാണ് ഗൾഫ് ഓഫ് കമ്പത്ത് ഉണ്ട്. അതേപോലെ ബീഡ് ഇൻഡസ്ട്രി ഉണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ ലോഥലാണ് എന്ന് മനസ്സിലായി അല്ലെ? മനസ്സിലായില്ലേ? ആയി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത 2-3 സ്ഥലത്തെ കുറിച്ച് കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് എന്ത് നടന്നടാ? എക്സ്കവേഷൻസ് നടന്ന സ്ഥലമാണ് ഹാരപ്പ. ഫസ്റ്റ് എക്സ്കവേഷൻ നടന്ന ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഹാരപ്പയാണ്. അവിടെ എന്തുണ്ട്? ഗ്രാനറി ഉണ്ട്. അതേപോലെ എന്താണ്? സെമിട്രി ഉണ്ട്. അതേപോലെ എന്താണ്? മോഹൻജദാരോ എന്ന് പറയുന്ന അടുത്ത സൈറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എന്തുള്ളത്? ഗ്രേറ്റ് ബാത്ത് ഉള്ളത്. ഇനി ധോളാവീര എന്ന് പറയുന്ന സ്ഥലം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്? വാട്ടർ റിസർവോയർ, ജലസംഭരണികളുടെ അവശിഷ്ടം എടുത്ത ഹാരപ്പൻ സൈറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധോളാവീരയാണ്. വാട്ടർ റിസർവോയർ കണ്ടെടുത്ത സ്ഥലം. അതേപോലെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. നല്ലൊരു ചോദ്യമാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു സ്ഥലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ധോളവീര ആണ് എന്നുള്ളത് ഓർത്തോളുക. ഈ അടുത്തതാണ് കാളിബംഗൻ. അതായത് കലപ്പയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുള്ള സ്ഥലമാണ്. കലപ്പയുടേതല്ല, പ്ലോഡ് ഫീൽഡ്, അതായത് ഉഴുതുമറിച്ച നിലങ്ങളുടെ പ്ലോവ്ഡ് ഫീൽഡ്, ഉഴുതുമറിച്ച നിലങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുള്ള സ്ഥലമാണ്. ഫയർ ആൾട്ടേഴ്സ് കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഇനി മറ്റൊരു സ്ഥലമാണ് ഏത് എന്ന് പറയുന്നത്? ചാൻഹുദാരോ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി പറഞ്ഞു. ഈ ചാൻഹുദാരോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടടാ? കരകൗശല വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ള സ്ഥലമാണ് ഏത് എന്ന് പറയുന്നത്? ചാൻഹുദാരോ എന്ന് പറയുന്നത്. അത് ഒന്ന് ഓർത്ത് വെച്ചോളനെ ചാൻഹുദാരോയുടെ കാര്യം പറയുമ്പോൾ. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാരപ്പൻ സൈറ്റ് ആണ് ഏത് എന്ന് പറയുന്നത്? നെല്ലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ഒരു ഹാരപ്പൻ സൈറ്റ് നമുക്കുണ്ട്. നെല്ലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ഒരു ഹാരപ്പൻ സൈറ്റ് ഉണ്ട്. നെല്ലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത് അത് ബൻവാലി ആണ്. നെല്ലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ഒരു ഹാരപ്പൻ സൈറ്റ് ആണ് ഇത് ബൻവാലി എന്ന് പറയുന്നത്. അതും കൂടി ഓർത്തു വെച്ചോളുക. ഉഴുത വയലിന്റെ അല്ലെങ്കിൽ പ്ലോവ്ഡ് ഫീൽഡിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത് എവിടെയാണ്? കാളിബംഗനാണ് എന്നുള്ളത് ഓർത്തോളുക. അതേപോലെ എന്താണ്? കനാലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുള്ള സൈറ്റാണ് ഷോർത്തുഗായി എന്ന് പറയുന്നത്. കനാലുകളുടെ എവിടെയാണ്? ഷോർത്തുഗായി ആണ്, ഓർത്തോളുക. എന്നാൽ വാട്ടർ റിസർവോയേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? ധോളാവീരയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഏത് എന്ന് പറയുന്നത്? ഈ ഹാരപ്പൻ സൈറ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹാരപ്പൻ സൈറ്റുകളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു പോർഷനാണ്. അതേപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടും നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ SCRT ടെക്സ്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒന്ന് വായിച്ചിട്ട് പോയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മതി നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാർക്ക് കിട്ടാനായിട്ട്. ഉഴുതുവയലിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ള സ്ഥലം ഏതാണ്? ഒന്നുകൂടി ഞാൻ പറയുന്നു, കാളിബംഗനാണ് അല്ലെ? കാളിബംഗനാണ് പ്ലോവ്ഡ് ഫീൽഡ്. ഇത് രാജസ്ഥാനിലെ സ്ഥലമാണ്. എന്നാൽ നെല്ലരിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ലോഥൽ. നെല്ലരിയുടെയും ലോഥലാണ്. സോറി, ഞാൻ നേരത്തെ ബൻവാലി എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ലോഥലാണ് കേട്ടോ നെല്ലരിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നത്. ലോഥൽ, രംഗപൂർ എന്ന സ്ഥലങ്ങളിലാണ്. എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ലോഥൽ എന്ന് പറയുന്ന സ്ഥലമാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഗുജറാത്തിലെ ധോളാവീരയിലാണ് വാട്ടർ റിസർവോയറുകൾ നമുക്ക് കണ്ടെടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ, ഹാരപ്പൻ സൈറ്റുകളെ പറ്റിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചോദ്യം ഉണ്ടാകുന്ന ഒരു പോർഷൻ ആണ് ഏത് എന്ന് പറയുന്നത്? ഹാരപ്പൻ സൈറ്റുകൾ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Adula's മൂഷകവംശ കാവ്യ gives a semi-legendary, semi-factual account of the king കോഴിക്കോട്, ഏഴിമല, കോലത്തുനാട്, ട്രാവൻകൂർ. ഇങ്ങനെ ഒരു ചോദ്യം
നമുക്കൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇത് ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മൂഷക വംശകാവ്യത്തെ പറ്റി ഒന്ന് പഠിക്കാം. ആരെഴുതിയതാണ്? അതുലൻ രചിച്ച കാവ്യമാണ് മൂഷക വംശം എന്ന് പറയുന്നത്. ആരെ പറ്റിയിട്ട്? സാൻസ്ക്രിറ്റ് വർക്കാണ് എന്നുള്ളത് ഓർത്തോർക്കുക. ഇതൊരു ഹിസ്റ്റോറിക്കൽ കാവ്യമാണ്, സെമി ഹിസ്റ്റോറിക്കൽ ആണ് എന്ന് പറയാം. റിലേറ്റഡ് ടു എന്ത്? മൂഷക ഡൈനാസ്റ്റിയെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഈ മൂഷക ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഏത് സ്ഥലവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏഴിമലയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഏഴിമലയാണ്. അപ്പോൾ നോർത്ത് കേരള ഹിസ്റ്ററിയെ പറ്റി പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആണ് എന്ത്? അതുലന്റെ മൂഷക വംശകാവ്യം എന്ന് പറയുന്നത്. ഇതുമായി പോലെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ്, കേരളോൽപ്പത്തി, ഉണ്ണുനീലി സന്ദേശം ഒക്കെ. അപ്പൊ മൂഷകവംശത്തിന്റെ ഓതർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുലനാണ്. മൂഷകവംശം എഴുതിയിരിക്കുന്നത് സാൻസ്ക്രിറ്റിലാണ്. ആരെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്? ഏഴിമലയിലെ എന്താണ്? മൂഷക ഡൈനാസ്റ്റിയെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇതൊരു ഹിസ്റ്റോറിക്കൽ കാവ്യമാണ് എന്നുള്ളതും കൂടി ഓർത്തോളുക. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്താൽ മതി മൂഷക വംശ കാവ്യത്തെ പറ്റി. അടുത്തൊരു ചോദ്യം, ഇതെല്ലായ്പ്പോഴും യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആർട്ട് ഫോമുമായിട്ടുള്ള ഒരു ചോദ്യം വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനിയും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. The art forms from Kerala which have found a place in UNESCO list intangible cultural heritages. കഥകളി, ഭരതനാട്യം, കൂടിയാട്ടം, മുടിയേട്ട്. ഇതിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. കൂടിയാട്ടം ഉൾപ്പെട്ടിട്ടുണ്ട്, മുടിയേറ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? 3ഉം 4ഉം വരുന്ന 3 and 4 ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? ശരിയാണ് അല്ലെ. കഥകളിയും ഭരതനാട്യവും ഒന്നും എന്തല്ല ഇതിൽ വരുന്നതല്ല. അപ്പോൾ നമ്മുടെ യുനെസ്കോയുടെ ആർട്ട് ഫോം ലിസ്റ്റിൽ അല്ലെങ്കിൽ യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജസിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 എണ്ണമാണ് കേരളത്തിൽ നിന്ന്. ഏതൊക്കെ? കൂടിയാട്ടവും മുടിയേറ്റും. അത് എല്ലാം ഇപ്പോഴും ഓർത്ത് വെച്ചോളുക. കൂടിയാട്ടവും അതേപോലെ എന്താണ്? മുടിയേറ്റും. ഓർക്കുക, മുടിയേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിച്വൽ തിയേറ്റർ എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഇന്ത്യൻ തിയേറ്റർ ഫോം റെക്കഗ്നൈസ്ഡ് ബൈ യുനെസ്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഏതാണ്? കൂടിയാട്ടമാണ്. എന്താണ്? കൂടിയാട്ടമാണ്. ഓർത്തോളുക, കൂടിയാട്ടം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കൂടിയാട്ടത്തെ പറ്റിയിട്ടും അതേപോലെ മുടിയേറ്റിനെയും പറ്റി പറയുന്ന സമയത്ത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടും നമ്മുടെ സിലബസിൽ കേരള ആർട്ട് ഫോംസ് അല്ലെങ്കിൽ എന്താണ് കലാരൂപങ്ങളെ പറ്റി പറയുന്നതും കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് നോക്കിയിട്ട് പോവാണ്. ചിലപ്പോൾ നമുക്ക് ഉപകരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ പറയുന്ന യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ആദ്യമായിട്ട് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തുന്നത് ഏതിനെയാണ്? കൂടിയാട്ടത്തെയാണ് എന്ന് പറഞ്ഞു. 2001 കൂടിയാട്ടം എന്ത് ചെയ്യുന്നത്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് വരുന്നത്. കൂടിയാട്ടം ഏത് വർഷമാണ്? 2001. എന്നാൽ മുടിയേറ്റ് വരുന്നത് 2010. ഈ വർഷം ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നതിൽ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ള ഒരു കലാരൂപം കൂടിയാണ് എന്ത് എന്ന് പറയുന്നത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. കേരളീയരുടെ ഒരു നാടകാഭിനയ രൂപമാണ് എന്ത്? കൂടിയാട്ടം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പത്മശ്രീ അമ്മന്നൂർ മാധവ ചാക്യാർ, അതേപോലെ അമ്മന്നൂർ ചാച്ചു ചാക്യാർ, ഇവരൊക്കെ കൂടിയാട്ടം കലാകാരന്മാരാണ്. പത്മശ്രീ മാണി മാധവ ചാക്യാർ ഇവരൊക്കെ. അപ്പൊ ഈ ഒരു ചാക്യാർ എന്ന് പറയുന്ന പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്താ, അതേപോലെ സ്ത്രീകളിലേക്ക് വന്നാൽ മാർഗി മധു എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ മാർഗി സതി, മാർഗി നാരായണൻ, ഉഷ നങ്ങ്യാർ, ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന കൂടിയാട്ടം കലാകാരന്മാരും കലാകാരികളുമാണ് എന്ന് പറയാം. കേരളത്തിന്റെ ഏറ്റവും ലോക പ്രശസ്തമായ പ്രാചീനമായിട്ടുള്ള ഒരു കലാരൂപമാണ്, അല്ലെങ്കിൽ സംസ്കൃത നാടകാഭിനയ സമ്പ്രദായമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ നിന്ന് ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാണ് ഏത് കൂടിയാട്ടം എന്നുള്ളത് ഓർത്തു വെച്ചോളുക. അഭിനയത്തിന്റെ അമ്മ എന്നും കലകളുടെ മുത്തശ്ശി എന്നൊക്കെ എന്തിനെ ഈ കൂടിയാട്ടത്തെ നമ്മൾ പറയാറുണ്ട്. കൂടിയാട്ടത്തിന്റെ എന്താണ് കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ, ഈ പേരൊന്ന് ഓർത്തു വെച്ചോളുക. ചിലപ്പോൾ ഇദ്ദേഹം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അമ്മന്നൂർ മാധവ ചാക്യാർ എന്താണ് കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷനെ ചാക്യാർ എന്നും സ്ത്രീയെ എന്താണ് നങ്ങ്യാർ എന്നും പറയുന്നു. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ഥലത്തെ പറയുന്നത് കൂത്തമ്പലം എന്നാണ്. കൂത്തമ്പലം. വർഷം തോറും കൂടിയാട്ടം എന്താണ് അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് എന്ത് കൂടൽമാണിക്യ ക്ഷേത്രവും വടക്കുന്നാഥ ക്ഷേത്രവും എന്നുള്ളത് ഓർത്തോളുക. ഈ മാർഗി എന്ന് പറയുന്നത് ഇവരുടെ ഒരു സംഘടന, അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് എന്നുള്ളതും കൂടി ഓർത്തു വെച്ചോളുക. ഇനി അടുത്ത് നമ്മൾ മുടിയേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2010 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് എന്ന് പറഞ്ഞു. ട്രഡീഷണലി ഭഗവതി ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് എന്താണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഒരു കലാരൂപമാണ് എന്ന് പറയാം. എന്താണ് കാളിദാരിക മിത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഉള്ളത് എന്ന് പറയാം. അപ്പം ചെണ്ട, ഈ എന്താണ് മുടിയേറ്റിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളുണ്ട്. ചെണ്ട, ഇലത്താളം, കുഴൽ എന്നിവയൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. 2010 എന്ത് ചെയ്യുന്നത് ഇത് ഈ ഒരു പൈതൃക പട്ടികയിലേക്ക് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. കാരണം കൂടിയാട്ടവും മുടിയേറ്റും എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അപ്പം അതിന്റെ 5 ചോദ്യമാണ് പറഞ്ഞത്. 5 ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കൂടാണ്ട് ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി നിങ്ങൾ വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കാനുള്ള ചാൻസ്. ഇനി വരുന്ന PYQ ഡിസ്കഷൻസിലൊക്കെ ഇതേപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടിയും എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.